ഇഫ് യു ഫീൽ ലോസ്റ്റ് റൈറ്റ് നൗ, ദെൻ ദിസ് ഇസ് ഫോർ യു. നിങ്ങളുടെ ലൈഫ് ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചുറ്റും കാണുന്ന എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റിയും പോവേണ്ട ഡയറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് മാത്രം ഇതൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു പോസ് എടുക്കുക, ദെൻ സ്ലോലി ഒരു ബ്രീത്ത് എടുത്ത് റിലീസ് ചെയ്യുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾ ലോസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ളതിനർത്ഥം നിങ്ങൾ വീക്കാണെന്നല്ല, നിങ്ങൾ തോറ്റുപോയെന്നല്ല, നിങ്ങൾ ഒരുപാട് പിന്നിലാണെന്നും അല്ല. ആൻഡ് ഇറ്റ് മീൻസ് സംതിങ് ഇൻസൈഡ് യു ഇസ് ചേഞ്ചിങ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നീഡഡ് ആയിട്ടുള്ള ഒരു പുതിയ നിങ്ങളെ തന്നെ ഉള്ളിൽ പുനർജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമ്മളെ മൈൻഡ് ലോസ് ആയ പോലെ നമുക്ക് തോന്നും. അതെന്താന്ന് വെച്ചാലേ, പഴയ വേർഷൻ അവിടെ ഫിറ്റ് ആവുന്നില്ല, എന്നാൽ പുതിയ വേർഷൻ കംപ്ലീറ്റ്ലി അറൈവ് ചെയ്തിട്ടുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് നിങ്ങൾക്ക് ഈ ഒരു അൺകംഫർട്ടബിലിറ്റിയും അതേപോലെ കൺഫ്യൂസിങ് സ്റ്റേറ്റും ലോൺലിനെസ്സും ഒക്കെ കിട്ടുന്നത്. പക്ഷേ ലിസൺ ടു മീ, ദിസ് സ്പേസ് ഈസ് പവർഫുൾ. യു ആർ നോട്ട് ലോസ്റ്റ്, യു ആർ ബീങ് റീഡയറക്റ്റഡ്. നിങ്ങൾ ശരിയായ പാതയിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മൊമെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിൽ നിങ്ങൾക്കുള്ള ക്ലാരിറ്റി യൂണിവേഴ്സ് തന്നെ റിമൂവ് ചെയ്യും. എന്നിട്ട് നിങ്ങളെ അലൈനിങ് സ്റ്റേറ്റിലേക്ക് അലൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് നൗ യുവർ ജോബ് ഇസ് നോട്ട് ടു ഹാവ് എവറിത്തിങ് ഫിഗർ ഔട്ട്. എന്താ നടക്കുന്നതെന്നോ എന്താ ചെയ്യേണ്ടതെന്നോ ഒന്നും നിങ്ങളിപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യണ്ട. ജസ്റ്റ് ലിവ്, ദാറ്റ്സ് എനഫ്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഇരിക്കുക, നിങ്ങളോടൊപ്പം ഇരിക്കുക, നിങ്ങളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെ ജേർണിയെക്കുറിച്ച് ജഡ്ജ് ചെയ്യാനോ ബാക്കി എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കണ്ട. നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ജസ്റ്റ് ട്രസ്റ്റ് മാത്രമാണ്, ആൻസേഴ്സേ അല്ല. നിങ്ങൾ വിശ്വസിക്കുക, കംപ്ലീറ്റ്ലി വിശ്വസിക്കുക. ഈ സമയം നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങളെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദിസ് ഫേസ് വിൽ മേക്ക് സെൻസ് ലേറ്റർ. കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, ആ ഒരു വൺ ഡേയിൽ നിങ്ങൾ ആ ഒരു ബിഹൈൻഡ് സീൻസ് ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു മൊമെന്റ് ആണ്, ഈ ടഫായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ആ ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളെ സോളോ ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് സോളിനെ അവേക്കൺ ചെയ്തുകൊണ്ടുള്ള നല്ലൊരു പാത്തിലേക്ക് അലൈൻ ചെയ്യിപ്പിച്ചു കൊണ്ടുപോയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഹിയർ ദ സോൾ വേക്കപ്പ്. ഇതുവരെ പോയിരുന്നത് ഫിസിക്കൽ ബോഡി ആണെന്നും ഇനി പോകുന്നത് നമ്മുടെ സോൾ ആണെന്നും നിങ്ങൾ അപ്പോൾ തിരിച്ചറിയും. ആൻഡ് സോ ടുഡേ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബ്രീത്ത് എടുക്കാനാണ് പറ്റുന്നെങ്കിൽ ഡു ഇറ്റ്. നിങ്ങൾക്ക് ജസ്റ്റ് സർവൈവ് ചെയ്യാനാണ് പറ്റുന്നെങ്കിൽ ദാറ്റ്സ് യുവർ സ്ട്രെങ്ത്, ദാറ്റ്സ് എനഫ്. ആൻഡ് ഒന്നുമില്ല, നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കാൻ വേണ്ടി മാത്രമേ പറ്റുന്നുള്ളൂണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ആൻഡ് ഇറ്റ്സ് ഇനഫ്. അത് മാത്രം മതി എന്നുള്ളതാണ്. ആൻഡ് സ്പെഷ്യലി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിന്തിക്കുന്നതിലും ഒരുപാട് അടുത്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളതാണ്. സോ സ്റ്റേ ഹിയർ, ഡോണ്ട് ബി റഷ്, സ്റ്റേ ഹിയർ and feel this magic and enjoy this moment. Thank you.